ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വനം വകുപ്പ് ജീവനക്കാരായ 9 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സർവീസിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവിട്ടു. അനർഹമായ രീതിയിൽ പെൻഷൻ കൈപ്പറ്റിയതിലാണ് നടപടി. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, നമുക്കറിയാം ഈ ഒരു വിഷയം വലിയ വിവാദമായതിനു ശേഷം സർക്കാർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന് വലിയ ആക്ഷേപം ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ 9 വനം വകുപ്പ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മറ്റ് വിവരങ്ങളും കൂടി. വനംവകുപ്പ് ജീവനക്കാരായ 9 ഉദ്യോഗസ്ഥർ അനർഹമായ രീതിയിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്ന വിവരം ലഭിച്ചു എന്നുള്ളതാണ് വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 9 ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ ഉള്ളത്. അത് ഒരു LD ടൈപ്പിസ്റ്റ്, വാച്ചർ, പിന്നെ അതോടൊപ്പം തന്നെ പാർട്ട് ടൈം സ്വീപ്പർമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഇവർക്കെതിരെ നടപടി കൈക്കൊണ്ടതായും വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, എല്ലാ വകുപ്പിൽ നിന്നും ഇതേ രീതിയിൽ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ വകുപ്പിലാണ്, പിന്നീട് വിദ്യാഭ്യാസ വകുപ്പിലാണ്. ഇത്തരത്തിൽ എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഓരോ വിഭാഗത്തിലും നടപടി കൈക്കൊള്ളുമ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ളവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏറ്റവും താഴേക്കിടയിലുള്ള ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും എന്നാൽ അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അനർഹമായി ക്ഷേമ പെൻഷൻ പറ്റിയ പലരുമുണ്ട്. അവർക്ക് പൂർണ്ണമായി സംരക്ഷണം ഒരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പാർട്ടി അനുഭാവികളെയും ഉന്നതരെയും സംരക്ഷിച്ചുകൊണ്ട് ഏറ്റവും താഴേക്കിടയിലുള്ള സ്വീപ്പർമാർ അല്ലെങ്കിൽ പാർട്ട് ടൈം ജീവനക്കാർ ഇവർക്കെതിരെ മാത്രം നടപടി സ്വീകരിക്കുന്നതാണ് നിലവിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. ദേവിക. ശരി, എന്തായാലും വിവാദങ്ങൾക്കൊടുവിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വനം വകുപ്പ് ജീവനക്കാരായ 9 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സർവീസിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ വനം വകുപ്പ് മന്ത്രി ഉത്തരവിട്ടു. അനർഹമായ രീതിയിൽ പെൻഷൻ കൈപ്പറ്റിയതിലാണ് നടപടി. തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.